ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞങ്ങൾ എവിടേക്കോ പോവാണ് ഗായ്സ്. എവിടേക്കാ പോണ്? ഞങ്ങള് സ്ഥലം വരെ പോവാണ്. നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യൂട്ടോ. ഈ റോഡൊക്കെ കണ്ടിട്ട് അവർക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഗസ് ചെയ്യട്ടല്ലേ. നമ്മളിപ്പോ ഏകദേശം എവിടെ എത്തിയെന്നു? മൂന്നക്കോട്. അല്ലല്ല, ഇത് പൂക്കോട്ടാവിക്കുള്ള പോണ വഴിയാണിത്. പൂക്കോട്ടാവിക്ക് പോവാനുള്ള അവിടെ എന്താണെന്ന് അമ്പലത്തിലേക്ക് എന്താണെന്ന് എന്നവിടെ കാലവേല കേട്ടോ. കാളവേല കഴിഞ്ഞ് പൂരം പൂരാട്ടോ. ഇന്നവിടെ പൂരാണ്. അപ്പൊ അതിന് ഞങ്ങള് പോയി. പക്ഷെ ഞങ്ങള് കാളവേനെ കാണാനാട്ടോ പോയത്. കാളകളെ കാണാനല്ലേ പോയത് നമ്മള്. നമ്മള് പോകുമ്പോ കാളേനെ കണ്ടോണ്ടാണ്. അപ്പൊ ഏകദേശം അവിടെ എല്ലാരും പൂരം കാണാൻ വരികയും പറ. എല്ലാരും പൂരം കാണാൻ വരി. അപ്പൊ നമ്മള് അമ്പലത്തിന്റെ അവിടെ എത്തി. ഏകദേശം കാള ഏതൊക്കെ കാളന്ന് അറിയണക്ക് ഇല്ലല്ലോ. ഇതായി അപ്പോഴേക്ക് ആമി ഇവിടെ റെഡി ആയിട്ട് വീഡിയോന്റെ മുമ്പിൽ കാളുടെ മുമ്പിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിൽ അനക്ക് ഇഷ്ടപ്പെട്ട കാള ഏതാണ്? ചെറിയ കാളകളല്ലേ? ഇത് കുതിരകളല്ലേ? ഇത് കുതിരകള് ആണ്. ഇതൊക്കെ 2 കുതിര ഉണ്ടോ? ഇതാ അപ്പോഴേക്കും അവര് ഏറ്റവും ചെറിയ കാള മുതൽ വലിയ കാളകളൊക്കെ ഉണ്ട്. ഈ ചെറിയ കാളകളൊക്കെ വലിയ കാളുടെ മുന്നിൽ വെക്കുന്ന കാളകൾ വന്നു അല്ലേ? അതിനങ്ങനെ കൊടുത്തിട്ട് അവര് അമ്പലത്തിനുള്ളിൽ കയറ്റിട്ട് കേറാൻ പറ്റാത്ത കാളകളെ മുമ്പിൽ ഇഷ്ടായോ? അതിന്റെ അടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കണേ. ആമിയുടെ എത്ര ഉയരണ്ടെന്ന് നോക്കട്ടോ കാള. ആമിയെ ആരും കണ്ടെങ്കിൽ കാളനെ വല്ല പോരും ഇതിലാണ് നിക്കണ തോന്നണോ? രണ്ടാളുടെ ചുണ്ടൊക്കെ പിടിച്ചൊക്കെ എടുത്താ. അതിൽ ചന്തള്ള കാളയിൽ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏവറേജ് വലുപ്പമുള്ള കാളയിലാട്ടല്ലേ. അതിന് തലയൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോഴേക്കും ഇവിടുന്ന് കാളേനെ വിട്ടിട്ടില്ല. നൈസായിട്ട് കാളയ്ക്ക് ഉമ്മയും കൊടുത്തന്നെ. കാളയ്ക്ക് മൂക്കേറിട്ടതൊക്കെ കാണാണ് പോയിട്ട്. പിന്നെ അമ്പലം അല്ലേ? അമ്പലം ഇഷ്ടപ്പെട്ടില്ല. അമ്മ അടിപൊളിയല്ലേ അമ്പലം? അവിടേക്കല്ലേ ഇത് അമ്പലത്തിൽ കഴിഞ്ഞിട്ടല്ലേ ഇത്. നമ്മൾ അങ്ങനെ കാണുമ്പോ എല്ലാതും ചെറിയ കാളകൾ മുതൽ ഒരു കാളേനെ ആമി വിടണില്ലേ, എല്ലാ കാളേനെയും പോയി പിടിച്ചോണ്ടിരിക്കുക. ഞാൻ ഇഷ്ടായോ? അത് ഒറ്റ കുതിര, ഒരു കുതിര കണ്ടോ? കുതിരല്ല, അത് ഒറ്റ കാളയാണ് കേട്ടോ അല്ലേ? എല്ലാ കുതിരകളുടെ ഒപ്പം ഒരു ഒറ്റ കാളയുള്ളത്. എനിക്ക് വലിയ കാളയോണ്ട് എന്താ പിടിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഈ കുപ്പായം പോന്നുള്ളൂ. അല്ലെങ്കിൽ ആമി ചെറിയ ഇട്ടോണ്ട് ആമിക്ക് കൈ വന്നിക്ക് കുപ്പായം പോന്നാണ്. അതുകൊണ്ട് ഒരു കാളിനെ തൊടാൻ പറ്റില്ല. കാളെ തൊടുമ്പല്ലേ എല്ലാ കാളുടെയും ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത്. പക്ഷെ കാളയുടെ ഇല്ലേ എന്താ മുഖം അല്ല, ഇതിന്റെ വലിയ കൊമ്പോളാണ്. ആ വലിയത് ബാക്കിൽ നിന്നൊക്കെ സാധനം ആ കൊമ്പോളൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികളുടെ കൊമ്പോളൊക്കെ ഇങ്ങനെ താഴ്ത്തില്ല. വലിയതാണ് കൊമ്പോളൊക്കെ ഇങ്ങനെ താഴ്ത്തുള്ളത്. കതിരവനും ബിഗ് ബി ഒക്കെ ഉണ്ട്. ഇവരൊന്നും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുന്നുണ്ട്. ഒക്കെ പുറത്ത് ഗ്രൗണ്ടിലാണ് നിർത്തിയത് എല്ലാവരും. വലിയ കാളകളൊക്കെ ഗ്രൗണ്ടിലും ചെറിയ കാളകളൊക്കെ അമ്പലത്തിന്റെ ഉള്ളിലുള്ള മറ്റേ നമുക്ക് തിണ്ടുമുക്കൂടിയാണ് നിർത്തിയത്. അതിന്റെ ഇടയിൽ ആമി കാളനെ കണ്ടപ്പോ പിന്നെ തുടങ്ങി കളി. സ്ഥിരം പരിപാടി. ഉള്ളില് ഭഗവതിയെ കാണാ. അതില് എന്താ എങ്ങനെ കാണാന് അതൊക്കെയാണ്. ഭഗവതിനെ കണ്ടു ആമി പോയിട്ടല്ലേ? അച്ഛൻ ഫോട്ടോ എടുക്കാൻ സമയം അതല്ലേ നമ്മൾ ഉച്ചക്ക് പോയോണ്ടാണ് അവിടെ പ്രസാദം ഇല്ലാത്തത്. നമ്മൾ 12 മണിക്കല്ലേ പോയത് ഉച്ചക്ക്. ഏകദേശം 12 മണിയോണ്ട് എത്തിയോണ്ടേ എല്ലാരും ആൾക്കാരെ ഒഴിഞ്ഞ് തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനെ കാണാൻ പറ്റും ഉച്ചക്ക്. ഇതിപ്പോ ആമി മൊത്തം കാളെ സെലക്ട് ചെയ്യാണ്. അല്ലെങ്കിൽ അവിടെ കുറെ കുട്ടികൾ വന്നിട്ടുണ്ടാവും. അതാണ് ആമി ഇങ്ങനെ അധികം തരുള്ളൂ. അതാ വരുന്നു. അതിന് പറ്റിയ കമ്പനികൾ ഇറങ്ങിയിരുന്നു. അവരോടൊക്കെ കളിയൊക്കെ കഴിഞ്ഞില്ല. ആമി പിന്നെ തിരിച്ചു പോയിട്ടില്ല. അവിടെ കുറച്ചേരം ഇരുന്നു. പിന്നെ നമ്മൾ റോഡ് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ അവിടെ നിന്ന് എന്താ നമുക്ക് കിട്ടിയത് കുടിക്കാൻ? ഐസ്ക്രീമൊക്കെ കിട്ടി. അതിന്റെ മുമ്പ് അവിടെ അമ്പലത്തിലെ എന്ത് ശർക്കര വെള്ളം എന്തായാലും അറിയാ, ജ്യൂസ് എന്താ കൊടുക്കുന്നു. കാള മൊത്തം ഗ്രൗണ്ടിൽ നിൽക്കണ വലിയ കാളകളാണ് ഇതൊക്കെ. കുറച്ച് ഇതൊന്നും കാണാൻ പറ്റില്ല. പച്ച കുത്തല്ലേ
ഇത് ബിഗ് ബി ആണ്, ഇത് കതിരവനാണ്. 2 കാളയാണ് ഇതിൽ ഏറ്റവും വലിയ 2 കാളകൾ എത്തിയിരുന്നു. പിന്നെ ഞങ്ങള് നല്ല മൈലാഞ്ചി ഇട്ടു. മൈലാഞ്ചി അല്ലേ ഗായ്സ്, പച്ച കുത്തിയത്. പച്ച കുത്തിയാണ് അതില്. അപ്പോഴേക്കും ഒരാൾക്ക് പച്ച കുത്തണമെന്ന് വലിയ പൂതി. ശരിക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ നിൽക്കുള്ളൂ ഇതിന്റെ ഇത്. എന്നാലും അമ്മ ചോദിച്ചു. അപ്പോഴേക്കും ഒരാൾ അമ്മ കുത്തിക്കോട്ടെ പറഞ്ഞിട്ട് ഒന്ന് കുത്തി കൊടുത്തു. ഇനി പോവണ്ട 2 ദിവസം ഞാൻ കുളിച്ചിട്ടില്ല ഗായ്സ്. അതാണ് ഒന്നുണ്ട് കയ്യില്. ഇന്ത്യയൊക്കെ പോയി. അച്ഛന്റെ പോയിട്ടില്ല. എന്റെ മോത്തിന്റെ എക്സ്പ്രഷൻ മാറിയത് എന്താണെന്നറിയോ? അത് അപ്പുറത്ത് ആരാരെ കാള നോക്കിണ്ടാവും. അല്ല, അതിന്റെ മണം കേട്ടിട്ടാണ്. അതെ, ആ പച്ച കുത്തിനെ ഒരു ഇതാണ് കണ്ടോണ്ടിരിക്കുന്നത്. ആമിക്ക് കുത്ത നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല കേട്ടോ. എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ വെച്ചിട്ട് അനിയേട്ടനെ കൊറേ മെനക്കെട്ട് വന്ന് കുത്തി. ആ മണം ഭയങ്കര ഇതാണേ. അനിയേട്ടന് നമുക്ക് എണ്ണ കിട്ടിയില്ല. എണ്ണ കിട്ടാത്തോണ്ട് അനിയേട്ടൻ വേഗം പോവാൻ കാരണം മൈലാഞ്ചി എണ്ണ വെളിച്ചെണ്ണ ലേശം വാങ്ങാനെന്ന് പറഞ്ഞപ്പോഴേ അയാൾ ചിരിക്കാണ് വേഗം. ഒരു തുള്ളി വെളിച്ചെണ്ണ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇവരെല്ലാവരും കൂടി. ബാക്കി അതൊന്നും പോവില്ല ഗൈസ്. പോവില്ല ഗൈസ്. പിന്നെ അങ്ങനെ അവിടുന്ന് മൂന്നരക്കോട് പോയി. പിന്നെ മൂന്നരക്കോട് വല്യമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് അവിടുന്ന് കഴിച്ചിട്ട് ഇവിടെ പൂരത്തിന് ഒരുമിച്ച് പോകാന്നാ പറഞ്ഞത്. അവിടേക്ക് പോണ വഴിയോട് പറഞ്ഞതാണ്. അപ്പുറത്ത് കൂടെ റോഡുണ്ട്, പക്ഷെ ഇത് ഇവൾക്കൊരു ഇത് ആയിക്കോട്ടെ. ആരാണ്? പിന്നെ അത് കഴിഞ്ഞ് അവിടെ തന്നെ മുന്നറക്കോടാണ് ഈ അക്കഡേറ്റ് പാലം പറയുന്ന സാധനം. അവരെല്ലാരും കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മൾ ഒന്നും കൂടി പറയാന്. അക്കഡേറ്റ് പാലം കാണാൻ പോയത്. ആമി ചെറിയ കുട്ടിയാകുമ്പോൾ പോയതാണ്. എനിക്ക് പാലം കാണാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടി പാലം കാണാൻ പോയി. അക്കഡേറ്റ് പാലത്തിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് അടിപൊളി ഒരു കുളമൊക്കെ ഉണ്ട്. എല്ലാവരും റീൽസിലൊക്കെ ഒരുപാട് ഇട്ടിരുന്നതാണ്. എന്നാലും നമ്മളുടെ അടുത്തവണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയിട്ട് അതാ കാണുന്ന കുളം. ആവിക്ക് വെയിലാവുകൊണ്ട് മാത്രം ഞങ്ങൾ അവിടെ നിർത്തിയില്ല. കാരണം കറക്റ്റ് 1 മണിയുടെ വെയില്, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ വെള്ളമൊക്കെ പാടെ നിൽക്കുമ്പോഴല്ലേ കാണാൻ ചെന്നുണ്ട്. പാടത്തും കുളത്തും വെള്ളം, കുളത്തിലും അല്ല അതാ രസം ശരിക്കും. വെള്ളം ഇപ്പൊ വെള്ളം കമ്മിയാണ്, എന്നാലും അവിടെ ഇതൊക്കെ ഉണ്ട്, അരുവിയൊക്കെ ഉണ്ടല്ലേ. നല്ല നീളമുള്ള ഒരു പാലാണ്. ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. 6 തമ്പുരാനാണ് എനിക്ക് അറിയണത് നല്ല പടമുള്ളൂ. കാരണം മോഹൻലാലിന്റെ പടമുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ 6 തമ്പുരാനില് അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതെ, ഇഷ്ടായി. വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഞങ്ങൾ ഒന്ന് കാണണം പറഞ്ഞപ്പോ ഒന്ന് നിർത്തി ലേശം. പക്ഷെ അത് വെള്ളച്ചാട്ടം അവിടെ ഇല്ല ഗൈസ്. അവിടെ നോക്കിയാൽ കാണാൻ വെള്ളച്ചാട്ടമില്ല. നോക്കുമ്പോ വെള്ളച്ചാട്ടമല്ല കാണുന്നത്, ഒരു ചെടി തണുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് ഞങ്ങള് വല്യമ്മയുടെ വീട്ടിലൊക്കെ പോയി കഴിക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഞങ്ങള് വേഗം കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. കാരണം ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് പൂരത്തിന് വേണ്ടിട്ട് ഇറങ്ങി. ആമി ഉറങ്ങി, ആമി നല്ല കടന്നുറങ്ങി. അവള് നല്ല വണ്ടി ടാങ്കർമി കടത്തിട്ട് ഞങ്ങള് കുറച്ചേരം തറയും പൂതനാണ്. അമ്പ അടിപൊളി പരിപാടി. തറയും പൂതനും പറഞ്ഞതാണ്. 2 പൂതനും ഉണ്ടായിരുന്നു. പൂതനല്ലത് ഒരു തറകളി മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടില്ല. അപ്പൊ വീട്ടില് കണ്ടപ്പോ ആമിക്ക് ആകെ അത് കാണിച്ചു തരാതിനൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറെ 5 ആനയൊക്കെ നിരന്ന് നിന്നായിരുന്നു. ഞങ്ങൾ ആ 5 ആന നിൽക്കുമ്പോൾ ഞങ്ങൾ നിന്നായിരുന്നില്ല. നമ്മള് 3 ആന വന്നപ്പോ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലോക്ക് ആവുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോകും. പിന്നെ അവിടെ ഈ കളിപ്പാട്ടത്തിലേക്ക് വായ നോക്കി നിൽക്കണായിരുന്നു. ഉറങ്ങി നീച്ചപ്പോ ഒരാളുടെ പണി. അതെ, അവസാനം അതില് എന്താ ക്ലേ എന്താ സാധനം വേണം പറഞ്ഞ് കുറെ കരിയൊക്കെ ചെയ്തു. ക്ലേ എന്നിട്ട് അവസാനം അടിയൊക്കെ തുടങ്ങിയപ്പോ ഞങ്ങൾ വല്ല വണ്ടി എടുത്തു. നെറ്റിപ്പട്ടൊക്കെ ചോടി നിക്കണല്ലേ കൊമ്പൻ. ഇത്ര ദൂരത്ത് കാരണം അടിയിൽ ഇറങ്ങിപ്പോയി കാണാൻ നിന്ന് കഴിഞ്ഞാൽ വെയിലാവുകൊണ്ട് അവിടെ ഒന്നും പോയില്ല. നല്ല വെയിലായിരുന്നു. മരത്തിന്റെ തള്ളു നോക്കിയിട്ട് എല്ലാരും നിക്കണേ, ആരും പുറത്തേക്ക് ഇറങ്ങണില്ല. സമയം പറയുകയാണെങ്കിൽ 3 മണി കഴിഞ്ഞിട്ടില്ല, 4 മണിയായിരുന്നു. 4 മണി നല്ല വെയിലാണ്. ആനകളൊക്കെ വെയിലാറിയിട്ടല്ലേ ഇറങ്ങുള്ളൂ. ഓരോ സൈഡിൽ നിന്ന് ഓരോ ആനയും മറ്റേ കൊട്ടും നാസിക് ഡോളും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കൂടി ഗ്രൗണ്ടിൽ വന്നിട്ട് ഒരുമിച്ചേ പോവുള്ളൂ. അങ്ങനെ എന്താ വെച്ചാൽ തണലുള്ള മരം ഒന്ന് കാണിച്ചാണ്, വേറൊന്നും വിചാരിക്കരുത്. ഇതാ വരുന്ന അടുത്ത ആന.
പൊടിയൊക്കെ പറിച്ചിട്ട് ആന വരുന്നത്. ആ ആന വരുമ്പോൾ മറ്റേ ആന കാണില്ല സ്ഥലം കൊടുക്കണം നിൽക്കാൻ. ഈ ആന നെറ്റിപ്പടം ചൂടി നിൽക്കണ ചന്ദനല്ലേ, ഒരു ആനച്ചന്തം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അതിന്റെ ഇടയിൽ പോകുന്നു. പക്ഷെ മുന്നിൽ ഒരു ചെറിയൊരു വേല ഉണ്ടായിരുന്നു. കുറച്ച് പോന്നപ്പോ ഇനിയിപ്പോ അവിടെ ഒരു ആന ലേശം ബ്ലോക്ക് ചെയ്ത് ബ്ലോക്കിൽ കൂടെ ഞങ്ങൾ പോകുമ്പോ ആമീന ഉണ്ട്, ആരെടുത്ത് പോകണം. ആമി പേടിച്ചിട്ട് ഓടി. പിന്നെ കാള കണ്ണടക്കിയപ്പോ കാണാട്ടോ. ആ സമയത്ത് ഒരു കാളറ്റ് ലേറ്റ് ഇട്ടിരുന്നുള്ളൂ. നേരെ കണ്ണടക്കാൻ പോയത്. കണ്ണടക്കിന് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. കണ്ണടച്ചു. പിന്നെ കണ്ണടച്ച് കണ്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. കാളപ്പുറത്ത് ആള് കയറി. പിന്നെ കാളനെ കണ്ടോണ്ടിരിക്കലായി. കാളുടെ ഫുൾ കൺട്രോൾ ആമിയുടെ അടുത്തായിരുന്നു. ഇനിയിപ്പോ സ്റ്റേറിംഗ് തിരിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ച് പോയതാണ്. അപ്പോഴേക്ക് പിന്നെ ആൾക്കാർ ഫുള്ളായി അവിടെ. പിന്നെ നേരെ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അടിപൊളി പരിപാടി, വേല, പൂരം. ഞങ്ങളെ സൗണ്ടൊക്കെ ഞങ്ങൾ മ്യൂട്ട് ചെയ്തോണ്ടാണ്. നല്ല അടിപൊളി സൗണ്ട്. നമ്മളെ പൂരപ്പറമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും അറിയണ്ട, വെറും ഈ കൊട്ട് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ആനടുത്തേക്ക് പോവാൻ പേടിയാവുണ്ട്. ആനയുടെ ചങ്ങലയുടെ കിലൊക്കെ അല്ലേ വരുമ്പോ അടുത്ത് നല്ല ഞങ്ങള് വീഡിയോ എടുക്കണ ആന വരുന്ന ആ പാടത്ത് നിരന്ന് നിൽക്കണതാണ് നല്ല രസമായിരുന്നു. അപ്പൊ അത് അത്ര ദൂരത്ത് ഈ ആമിനെ കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത് പോയി ഞങ്ങൾ വീഡിയോ എടുത്തില്ല. അങ്ങനെ പുള്ളിക്ക് നല്ല പേടിയാണ്. ആമിക്ക് ആന എന്ന് പറയുമ്പോ നല്ല പേടിയാണ്. അടുത്തുനിന്ന് കാണും വേണം. അങ്ങനെ ഒരു സ്വഭാവമാണ്. ഞാൻ അടുത്ത പ്രാവശ്യം ആമിനെ ആനപ്പുറത്ത് കയറ്റണം. വെറുതെ മതി, അവളുണ്ടോ കയറണം. അങ്ങനെ ആനകളൊക്കെ വന്നു. ഒരു വരിക്ക് ഓരോന്ന് പോയി. എല്ലാവരും ഫസ്റ്റ് ഒരു ആന സെറ്റ് കഴിഞ്ഞ അടുത്തൊരു വടക്കം വേല, കിഴക്കൻ വേല, വടക്കൻ വേലയും പടിഞ്ഞാറനല്ലേ. ഏതൊരു ഒരു വേല കഴിഞ്ഞ അടുത്ത വേല, 3 വേല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് ഏകദേശം പൂരം കഴിഞ്ഞു. അതിന്റെ ടൈം ഒരു പാടാവും. പിന്നെ ആനയെ കാണാൻ വേണ്ടിട്ട് ആന കാളി അടുത്തുനിന്ന് കാണണം എന്നത് അകലെ നിൽക്കും വേണം. അപ്പൊ അതിന് വേണ്ടി വാങ്ങിയൊരു സാധനമാണിത്, ബൈനോക്കുലർ. ഞങ്ങള് മെല്ലെ അങ്ങട് അപ്പൊ പിന്നെ നല്ല വേലകൾ വരുമ്പോ ഞങ്ങള് മെല്ലെ ആനയ്ക്ക് ഉറക്കം വരുന്നു പറഞ്ഞു. പോരിനിപ്പോ തറയും പോതിനും വരുന്നേ ഉള്ളൂ. അവര് തറയും പോതും കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോ ഞങ്ങള് വരുന്ന വഴിയിൽ ആന അങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അവിടെ പിന്നെ നിക്കാൻ ആകെ ഒരു വരമ്പ് സ്ഥലം ഉള്ളൂ. അതുകൊണ്ട് ഇനി ബാക്കി എന്താണ്, ഈ ആന പോയി കഴിഞ്ഞിട്ട് ആവാതെ വെച്ചിട്ട് അവരോട് ഒതുങ്ങി നിന്ന്. അത് ഒരാനല്ലേ, 5 ആന, 2-3-4 ആനുണ്ട്. എന്തായാലും ഓരോ നെറ്റിപ്പട്ടത്തിന്റെ കളറുകളുണ്ടല്ലേ. ഒരാന മാത്രം ഒന്ന് തുമ്പിയോണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞോ സംശയമുണ്ട് ആൾക്കാരെ നോക്കിയിട്ട്. മൂന്നാമത് വരുന്നത് ഇപ്പൊ വേഷം ഒന്നിങ്ങനെ വട്ടം തിരിഞ്ഞിട്ടാ വന്നിരുന്നത്. അപ്പൊ അത് കണ്ടപ്പോ 2 അടി കൂടി ബാക്കിലേക്ക് പോയി ആള്. അതുകൊണ്ട് വീഡിയോ സ്റ്റോപ്പായി. അവിടെ സ്റ്റോപ്പായത്.